Dear students, now we are starting our subject methodology and perspectives of business education. I got an idea about your basic knowledge on commerce and related subject through our assessment test conducted today. Now in this subject we need to study relating to business information, learning of business information, economic systems, that is capitalism, socialism, communism, etc., and economic sectors of economy, primary sector, secondary sector, etc., business objectives, business, economic, social, establishing business, and types of business organizations, and like that, and trained manpower, human resource, business process outsourcing, and corporate social responsibility. ഇങ്ങനെയുള്ള ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതായത് വലിയ കാര്യങ്ങളാണ്. പഠിക്കാനാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ബേസിക് ഇൻഫർമേഷൻ. ഇഫ് യു സീ യുവർ syllabus, you can notice that is basic concept only, brief study only, etc. അങ്ങനെ എഴുതിയിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ മോഡ്യൂളിൻ്റെയും കൂടെ. അതായത് ഇതിൻ്റെ എല്ലാം വിശദമായിട്ട് പഠിക്കാനാണെങ്കിൽ ഓരോ കോഴ്സ് ഓരോ ഇയർ പഠിക്കാനുണ്ടാവും. അങ്ങനെയല്ല, എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക്സ്, എന്താണത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നിങ്ങളുടെ +2 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ളതായിരിക്കണം. അതുപോലെ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ഈ സബ്ജക്റ്റിൽ നോക്കാനുള്ളത്. പക്ഷേ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലായിട്ടുള്ള കൊമേഴ്സ് എന്ന് പറഞ്ഞ ബികോമിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നോ അതിനെക്കുറിച്ച് എല്ലാം ഒരു ടോട്ടൽ ഐഡിയ കിട്ടാനുള്ള ഒരു സബ്ജക്റ്റാണ് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലൂടെ. That is business information. Business information. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ബിസിനസ്. 2 words ഉണ്ട് അതിൽ. That is business and information. ബിസിനസ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ മീനിങ് ബിസിനസ് ഈസ് സ്റ്റേറ്റ് ഓഫ് ബീങ് ബിസി. ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ബിസി, അത്രേ ഉള്ളൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ. ആൾക്കാർ ബിസി ആയിരിക്കുന്ന അവസ്ഥ, ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന അവസ്ഥ. അത് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ച് അത് പറയുമ്പോൾ ഇക്കണോമിക്, അതായത് മണി മേക്കിംഗ് അല്ലെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ യൂഷ്വലി ബിസിനസ് എന്ന് നമ്മുടെ കൺസെപ്റ്റിൽ, കൊമേഴ്സുകാരുടെ കൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ബിസിനസ് ഇൻഫർമേഷൻ എന്തായിരിക്കും? Information relating to business, that is business information. In business means company, organizations, അതിൻ്റെ operations, business environment. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ്, ബിസിനസ് നിലനിൽക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ്, ആ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കമ്പനിയെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഓർഗനൈസേഷൻ, അതായത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഗവൺമെൻറ് പോളിസീസ്, ഇതെല്ലാം ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിലുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസിനെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇൻഫർമേഷൻ എന്നുള്ള വേർഡ് എന്താണെന്ന് നോക്കാം. ദ ടേം ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ടു റെഫർ പ്രോസസ്ഡ് ഡേറ്റ വിച്ച് ഫോംസ് ദ ബേസിസ് ഓഫ് ടേക്കിംഗ് എനി മീനിങ് ഡിസിഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത ശേഷമുള്ളതാണ് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ എന്ന് വെച്ചാൽ വേഗാണ്. ഡേറ്റ ഈസ് വേഗ് മീൻസ് ഒരു സ്ട്രക്ചേർഡ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എന്ന് മാത്രമേ, ഇൻഫർമേഷൻ അല്ല, എന്തെങ്കിലും ഒരു ഐഡിയ, ദാറ്റ് ഈസ് ജസ്റ്റ് എ ഫാക്ട് ഓർ ഫിഗർ. അതായത് many of the people in our class are, many of the students in our class are male എന്ന് പറഞ്ഞാൽ അത് that is a fact or that is a figure, and 25 boys are there and 24 girls are there എന്ന് പറയുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത്. that is not an information, but it is processed for some purpose, then it is known as information.
അത് നമ്മളുടെ ക്ലാസ്സിൽ 25 ബോയ്സും 10 ഗേൾസുമാണ് ഉള്ളത്. അത് നമ്മൾ അങ്ങനെയുള്ള ആ ഒരു ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മളുടെ ഒരു ബോയ്സിന് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈ ഡേറ്റയെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു എങ്കിൽ അപ്പോൾ നമുക്കതിനെ ഇൻഫർമേഷൻ എന്നുള്ള, അതായത് ഫോർ ദ പർപ്പസ് ഓഫ് സം സ്പെസിഫിക് activity we are using the data, then it is known as then the data will become information. Data means collection of facts and figures. Just facts and figures are data. Then we need to see what is information. Those data that are accurate and timely, specific and organized for a purpose, presented within a context that gives its meaning and relevance and can lead to an increase in understanding and decrease in uncertainty. ദാറ്റ് ഈസ് നമ്മൾക്കൊരു പർപ്പസിന് വേണ്ടി, സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ ആ ഡേറ്റയെ ഉപയോഗിക്കുമ്പോൾ അതിനെ മോഡിഫൈ ചെയ്ത് അതിനൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതൊരു സ്പെസിഫിക് പർപ്പസിനായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഫോമിലാക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ എന്ന് പറയും. ഡേറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫാക്ട്സ്, ഓൺലി ഫാക്ട്സ് ഓർ ഫിഗേഴ്സ്. That will become information when it is processed for some specific purpose, or that can be useful for some specific purpose, then it is become information. And when the information is relating to business, or we are collecting information relating to business, that information relating to business is known as business information. Business simply means the state of being busy. That is other ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ മീനിങ് ആണ് ബിസിനസ്സിൻ്റെ. Next, what is business information? Business information is thus information relating to companies, operations and business environment. Simply, business information refers to information relating to companies, operations, activities and business environment, which is an essential resource for managers for taking managerial decision. ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്തിനാണ് ബിസിനസ് ഇൻഫർമേഷനെ കുറിച്ച് പഠിക്കുന്നത്, ബിസിനസ് അല്ലെങ്കിൽ ഡേറ്റ അത് ഇൻഫർമേഷനായി എന്തിനാണ് ബിസിനസ് ഇൻഫർമേഷൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളെന്തിനാണ് അറിയുന്നത് എന്ന് തോന്നാം. ഈ ബിസിനസ് ഇൻഫർമേഷൻ എൻവയോൺമെൻറ്റിനെ കുറിച്ചോ കോർപ്പറേറ്റ്സിനെ കുറിച്ചോ ഒക്കെ ഉള്ളത് മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് എഫക്റ്റീവായിട്ടൊരു മാനേജീരിയൽ ഡെസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ BCom പഠിക്കുന്നവർ എന്തിനാണ് മാനേജീരിയൽ ഡെസിഷൻ എടുക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മളെന്തിനാണ് BCom പഠിക്കുന്നത്, ഇതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊന്നും പറയുന്നത് ഒരു വളരെ വിഷമമുള്ള കാര്യമാണെങ്കിലും നമ്മൾ BCom പഠിക്കുന്നത് എന്തിനാണ്, BCom എന്ന് പറഞ്ഞ കോഴ്സ് ജനറേറ്റ് ചെയ്തതോ പഠിക്കുന്നതോ ഏറ്റവും അതിൻ്റെ ബേസിക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു എയിം ബിഹൈൻഡ് ദാറ്റ് ഇസ് ടു മേക്ക് ഗുഡ് ബിസിനസ് പേഴ്സൺസ്, ദാറ്റ് ഇസ് ഗുഡ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ BComൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു ഐഡിയയിൽ വേണം നമ്മൾ ഓരോ സബ്ജക്റ്റിനെ സമീപിക്കാൻ. അപ്പോൾ ഇവിടെ ബിസിനസ് ഇൻഫർമേഷൻ ആദ്യം നമ്മൾ അറിയുന്നതിനാണ് മാർക്കറ്റിനെ കുറിച്ച് അറിയുക, കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് അറിയുക, നമ്മുടെ സ്വന്തം ഓർഗനൈസേഷനെ കുറിച്ച് അറിയുക, നമ്മുടെ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന എൻവയോൺമെൻറ്റിനെ കുറിച്ച് അറിയുക. ഇതെല്ലാമാണ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. Next is business information system. It is a set of interrelated procedures using IT infrastructure, information technology and IT information technology infrastructure in a business enterprise to generate and disseminate or distribute desired information കളക്ട് ചെയ്യാനും അതിനെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെ മാനേജേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ അതിനെ യൂസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ്, ആ ഒരു സിസ്റ്റം ആണ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഇൻഫർമേഷൻ എന്താണ്, ബിസിനസ് എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, അതുപോലെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്, ഇത്രയാണ് നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് ഈസ് സോഴ്സസ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ. അവിടെ ഒരു ഓയുടെ കുറവുണ്ട്. സോഴ്സസ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ എന്നാണ്.
എവിടെ നിന്നൊക്കെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം? The sources are business education programs, business training programs, business development programs and business research. യൂഷ്വലി ഇങ്ങനെ 4 മെത്തേഡിലൂടെയാണ്, 4 സോഴ്സസ് ആണ്. അതിനെ മെത്തേഡ്സ് ഓർ വേയ്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷൻസ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻസ് എന്നും പറയാം. ബിസിനസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ഫോർമൽ ലേണിംഗ് പ്രോഗ്രാംസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്ന, നമ്മുടെ കോളേജിലൊക്കെ നടക്കുന്ന പ്രോഗ്രാംസ്. ഈ BCom പ്രോഗ്രാം ഒക്കെ ബിസിനസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആണ്. ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഓൺട്രപ്രണറിയൽ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇപ്പോൾ ഔട്ട്സൈഡ് ഏജൻസീസ് കൊടുക്കാം, ഗവൺമെൻറ് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിലൊരു നല്ല ഓൺട്രപ്രണറിന് കിട്ടാവുന്ന അഡീഷണൽ ട്രെയിനിങ് ആണ്, വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അതും ബിസിനസ് ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഒരു വഴിയാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആർ നോൺ ഫോർമൽ ബിസിനസ് ലേണിംഗ് പ്രോഗ്രാംസ് കണ്ടക്റ്റഡ് ടു ഐഡൻറ്റിഫൈ പ്രോസ്പെക്റ്റീവ് ഓർ പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ്. സാധാരണ നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഏജൻസീസ്, NGOs അവർക്കൊക്കെ അതൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യുക, ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, പുതിയ ഓൺട്രപ്രണേഴ്സിനെ പ്രാപ്തരാക്കുക, ഇപ്പോൾ ഉള്ള ഓൺട്രപ്രണേഴ്സിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക, അതൊക്കെയാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ അവർക്കും അതിലൂടെ കൂടുതൽ പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സിനെ കണ്ടെത്താം, ബിസിനസ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം, അതിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ച് നമുക്കറിയാം, ഈ ബിസിനസ്സിൻ്റെ, അതായത് അക്കാഡമിക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം, അല്ലാതെയും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ ഫോർമൽ ബിസിനസ് റിസർച്ചേഴ്സ് കരിക്കുലം ബേസ്ഡ് ആയിട്ട് ചെയ്യാം, അല്ലാതെയും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസിൻ്റെ ഭാഗമായിട്ടോ പ്രൈവറ്റ് ഏജൻസീസിൻ്റെ ഭാഗമായിട്ടോ ബിസിനസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ബിസിനസ് റിസർച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ. നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ. എന്തിനാണ് നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻസ് ലേൺ ചെയ്യുന്നത്? ബിസിനസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തിനാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിലും പറയാം. എന്താണ് ഇതിൻ്റെ പർപ്പസ്? ബിസിനസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ അത് ലേൺ നിങ്ങളത് പഠിക്കുന്നതിൻ്റെ പ്രയോജനം. ഇറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അബൌട്ട് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ടൈംലി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി മാനേജേഴ്സിന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. കമ്പനിയെ സംബന്ധിച്ച്, ഇപ്പം ബിസിനസ് എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു അറിവ് കിട്ടുക, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ ടൈംലി ഡിസിഷൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ എടുക്കാൻ പറ്റൂ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് എ കരിയർ ഇൻ ബിസിനസ് ബൈ വേ ഓഫ് ഫൈൻഡിങ് ജോബ്സ് ഇൻ ബിസിനസ് എൻ്റർപ്രൈസസ്, സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ബിസിനസ് വെഞ്ചേഴ്സ്. നമ്മളൊരു പുതിയ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് അറിയണം, കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് അറിയണം, മറ്റ് സാഹചര്യങ്ങളെല്ലാം അറിയണം. എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു പുതിയ കരിയർ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാക്കുകയാണ്. അതുപോലെ നമ്മളൊരു എക്സ്റ്റൻഷൻ ചെയ്യണം. നമ്മുടെ കമ്പനി ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആണ്, അതിനൊരു എക്സ്റ്റൻഷൻ വേണം. അപ്പോഴൊക്കെ ബിസിനസ് ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ്. ഇംപ്രൂവ്സ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആക്ടിവിറ്റീസിന് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ വേണം. നമുക്കറിയാം, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സിറ്റുവേഷൻസിലും, ഓരോരോ സ്റ്റേജസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷനിലും നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ബിസിനസ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രാക്ടീസസ്. പുതിയ ബിസിനസ് കൺസെപ്റ്റ്സ്, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക, പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരിക, ഈ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരിക, അതെല്ലാം നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ ആവശ്യമായി വരും. ഇറ്റ് ഹെൽപ്സ് ബിസിനസ് യൂണിറ്റ്സ് ടു മോഡിഫൈ ദെയർ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ് മോഡിഫൈ ചെയ്യുക, എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ് ചെയ്യുക, മോഡേണൈസേഷൻ ചെയ്യുക, അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ് ചെയ്യുക. അതിനെല്ലാം ബിസിനസ് ഇൻഫർമേഷൻ ആവശ്യമാണ്. It helps business organization to develop innovative products, technologies and new methods of production. പുതിയ പ്രൊഡക്ഷൻ മെത്തേഡ്സ്, പുതിയ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ഇതിനെല്ലാം ബിസിനസ് ഇൻഫർമേഷൻ വേണം. It facilitates business organization to study the prevailing business environment and respond accordingly.
It helps to improve knowledge in business studies by learning the different concepts. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബിസിനസ്സുകാരല്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് ഇമ്പ്രൂവ് ചെയ്യാം. പ്രിൻസിപ്പിൾസ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് ഫോർ അക്കാഡമിക് പർപ്പസ്, അങ്ങനെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് പർപ്പസ്. എന്തിനാണ് നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത്, ഈ വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ what is business information and what is business information system and methods or methods or ways of collecting business information or sources of business information. അത് കണ്ടു. നെക്സ്റ്റ് നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ ഓർ നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷൻ ബൈ ആൻ ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മളുടെ ഒരു വേ ഓഫ് ടീച്ചിങ് അല്ലെ വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്, ഈ സബ്ജക്റ്റിൻ്റെ വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനാണ്. നോട്ട്സ് നിങ്ങൾക്ക് ഉള്ള ഒരു ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ഒരു ടെക്സ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ടെക്സ്റ്റിൻ്റെ പിക്ചർ എടുത്ത് പേജസിൻ്റെ പിക്ചർ എടുത്ത് അയച്ചു തരും. അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഓരോ പ്രത്യേകമായിട്ട് ഒരു നോട്ട്ബുക്ക് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷന് വേണ്ടി എടുക്കുക. എന്നാണോ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ആ സമയം നമ്മളത് നോക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും നാളത്തെ നോട്ട്സ് അതിനകത്ത് അന്നന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ട്സ് കിട്ടുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് മാത്രം എത്രയോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ അത് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഇപ്പോൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിലും നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. അതിനോടൊപ്പം ഈ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. വീഡിയോസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എവിടെയെങ്കിലും നോട്ടിനകത്തോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.